ഹലോ, അപ്പോൾ ഒരു ദീപാവലി ദിവസത്തെ കാര്യങ്ങളായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ ബസ്സെല്ലാം കയറിയിട്ട് ഓഫീസിലോട്ടെത്തി. നമ്മുടെ സാധാരണ സ്വൈപ്പ് ചെയ്തിട്ടാണ് കയറാറ് കാർഡ് വെച്ചിട്ട്. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാർഡ് ആരോ പൊക്കിക്കൊണ്ടുപോയി. ഞാനാണ് നേരത്തെ എത്താറ്. അപ്പം എൻ്റെ കയ്യിൽ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വിധത്തിൽ ഒരു ചെക്കൻ വന്നു, അവൻ്റെ കൂടെ എല്ലാം കയറി. പിന്നെ ആ ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത്, ക്ലയൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണം, അതെല്ലാം നോക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദീപാവലിയായിട്ട് നമ്മുടെ മുതലാളിമാർ നമുക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചു. അവർ പഴനി പോയിട്ടാണ് സ്വീറ്റ്സ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന വഴി അവിടുന്ന് പഴനിയിൽ നിന്നുള്ളൊരു പ്രസാദം കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ പറയേ വേണ്ട, ഒത്തിരി മധുരം കഴിച്ചിട്ട് എന്താ പറയുക, നമുക്ക് മത്ത് പിടിച്ച പോലെയായിരുന്നു. അപ്പോൾ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് നമുക്ക് പുറത്ത് പോയിട്ട് സ്പൈസി ആയിട്ട് വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ഹോട്ടലിൽ പോയിട്ട് കയറി നോക്കിയപ്പോൾ അവിടെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം ഒരു ഹോട്ടലിലെത്തിയിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ബിരിയാണി കഴിക്കുന്ന അതിലോട്ടെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിലെ വാഴൻ്റെ ഇലയിൽ ഇത് ബിരിയാണി കൊടുക്കുന്നിട്ടുള്ളത്. സാധാരണ നോർമൽ ചോറെല്ലാം കൊടുക്കാറുണ്ട്, പക്ഷേ ബിരിയാണി ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പണ്ട് കുക്ക് ചെയ്യുന്ന പോലത്തെ ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴത്തേനേക്കാളും പണ്ട് എങ്ങനെയാണോ കുക്ക് ചെയ്യാറ് അതേപോലത്തെ ബിരിയാണിയാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമുള്ളത്. അപ്പോൾ അതെല്ലാം അത്യാവശ്യം നല്ലപോലെ കഴിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഓഫീസിലോട്ട് തന്നെ വന്നു. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു.